കൊടുക്കുവാൻ തക്കണം നിങ്ങൾ താല്പര്യപ്പെടുകയാണ്. ഇന്നലെ റിലീസ് ചെയ്ത എബ്ലസ് അബുദാബിയുടെ CD-യും പുറത്ത് വിൽപ്പനയ്ക്കുണ്ട്. 10 ദിർഹംസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കടന്നു പോകുമ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ CM-ന്റെ UA റീജിയൻ്റെ മീഡിയ വിഭാഗം പ്രസിദ്ധീകരിക്കുന്നതായ ഷാരോൺ ട്രംപറ്റ് എന്നുള്ള മാസികയും ത്രൈമാസികയായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിലോ ഞങ്ങളുടെ ഇമെയിലോ ആവശ്യപ്പെട്ടാൽ അത് അയച്ചു തരുന്നതായിരിക്കും. തുടർന്ന് കർത്താവിൻ്റെ ഭൃത്യന്മാർ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടിയും നമ്മൾ വേർതിരിക്കുവാൻ തക്കോണം പോവുകയാണ്. ഈ സമയത്ത് ഈ തുടർന്നുള്ള ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ഇവിടെ ലഭ്യമായിരിക്കുന്നതായ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഈ പ്രയർ കാർഡിൻ ഈ വിഷയത്തെ വഹിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുകയാണ്. തുടർന്നുള്ളതായ ശുശ്രൂഷയുടെ അനുഗ്രഹം വഹിച്ചുകൊണ്ട് ഫാസ്റ്റർ ജോൺസൺ കെ ശ്യാമൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ രക്തത്തിൻ്റെ വിലകളായ അങ്ങയുടെ മക്കൾക്ക് ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിൽ വിവിധ സഭകളിൽ നിന്ന് ഒരുമിച്ച് ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രികാലം ദൈവസന്നിധാനത്തിലായിരിക്കുവാൻ അവസരമൊരുക്കുകയിൽ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഞങ്ങളെ നടത്തി അനുഗ്രഹിച്ചു, പരിപാലിച്ചു, നന്മകൾ തന്നു, അനുഗ്രഹങ്ങൾ തന്നു. ആത്മീയമായി ബലപ്പെടുവാൻ കർത്താവ് സഹായിച്ചു, ശാരീരികമായി ഞങ്ങളെ സൗഖ്യമാക്കി നടത്തി. എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തുടർന്നുള്ള ശുശ്രൂഷകൾ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയായിരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രികാലം അഭ്യർത്ഥിച്ചതായിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഒരിക്കൽ കൂടെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിലോടുന്ന ദൈവത്തിൻ്റെ വചനം വിദൂരങ്ങളിൽ കർത്താവേ അത്ഭുതത്തിൻ്റെ, വിടുതലിൻ്റെ, ഹല്ലേലൂയ, സൗഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ ബലപ്പെട്ട ദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകൾ ആഴമേറിയ ആത്മാവിൻ്റെ പ്രകാശനം നൽകപ്പെട്ടുകൊണ്ട് അതിൻ്റെ പൊരുൾ തിരിച്ചു തരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബലപ്പെട്ട ദാസിനെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതൊരു രൂപാന്തരത്തിന് കർത്താവേ, ഒരു തീരുമാനത്തിൻ്റെ പ്രതിഷ്ഠയുടെ, ഹല്ലേലൂയ, ഓ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വിടുതൽ കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങൾ അക്ഷരീയമായിട്ട് ഞങ്ങളുടെ കർത്താവേ ആത്മീയ ജീവിതത്തിൽ ശരീരത്തിലൊക്കെയും കർത്താവേ അത് വെളിപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പുരുഷാരത്തെ ചിഹ്നവരും ചിതറിയവരുമായി കണ്ട് അവരിൽ മനസ്സലിഞ്ഞവനായ കർത്താവ് ഇന്ന് രാത്രികാലം കടന്നു വന്ന ജനത്തിന്റെ ആത്മീയ നിലവാരങ്ങൾ അറിയുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം കർത്താവേ ജനത്തെ വിവേചിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് ദൈവത്തിന്റെ ആത്മാവ് തരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ, തീരുമാനത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കുവാൻ സഹായിച്ചാട്ട് പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്ത സ്തോത്ര വഴിപാടിനെ അനുഗ്രഹിച്ചാട്ട്, നീട്ടുകരങ്ങളെ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. തുടർന്ന് ആരാധനയുടെ അടുത്ത തലങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ VS വിജയരാജിനെ മുന്നോട്ട് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ. ചിരിച്ചില്ല, എല്ലാവരും ചിരിച്ചില്ല, ഒന്നുള്ളത് ചിരിച്ചുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, അവരിലെ സന്തോഷം, സ്തോത്രം, അവൻ തരുന്ന സന്തോഷം, ആനന്ദം അത് അനുഭവിക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ, ആരാധനയിലെ വിടുതൽ അനുഭവിക്കുവാൻ ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്ന കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചു. ഇത് വിടുതലിന്റെ രാത്രിയാണ്, വിടുതലിന്റെ രാത്രിയാണ്, വിടുതലിന്റെ രാത്രിയാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ദൈവവചനം ശ്രവിക്കുമ്പോൾ വിടുതലുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്. ഹല്ലേലൂയ. ആ വിടുതൽ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും ജീവിത സാഹചര്യങ്ങളിലും അനുഭവിപ്പാൻ ഇന്ന് രാത്രിയിൽ ഇടയാകട്ടെ.
ആമേൻ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന ദൈവസന്നിധിയിൽ ചില ഗാനങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധന ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയാകട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനമുണ്ടല്ലോ, ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സും നിൻമുഖം എൻ ഹൃദയത്തിന് ആനന്ദമേ. സ്തോത്രം. ഈ വാക്കുകൾ എന്നോട് ചേർന്നെന്ന് പറയാമോ? ആരാധ്യൻ യേശുവര. പോരാ, കുറച്ചുകൂടെ ഓളിയെ കൂട്ടി ഒന്ന് പറഞ്ഞേ. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സും നിൻമുഖം എൻ ഹൃദയത്തിന് ആനന്ദമേ. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടും. എല്ലാവരും ശബ്ദം ഉയർത്തി പാടും. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പാട്ടിന്റെ വരികൾ പാടുമ്പോൾ തന്നെ വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ചേർന്ന് പാടാം. സ്തോത്രം. സന്തോഷത്തോടെ പാടണം, ചിരിച്ചുകൊണ്ട് പാടുകയാണ്. കർത്താവേ, ആരാധ്യനായ യേശുവേ, എന്റെ രക്ഷക, കർത്താവേ, നിന്റെ തേജസ്സുള്ള മുഖം അത് കാണുമ്പോൾ എന്റെ ഹൃദയത്തിന് ആനന്ദം. ആമേൻ. ആ ആനന്ദം, ആ സന്തോഷം നമ്മുടെ മുഖത്ത് പ്രകടമാകട്ടെ. സ്തോത്രം. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് പാടാം. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനെ. കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പാടാമോ? ആരാധ്യൻ യേശുവര, ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ചേർന്ന് പാടാം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു. ഒരിക്കൽ കൂടെ, നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നു. ഉടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ ഉടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിന് ആശ്ലേഷം, നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുവര വണങ്ങുന്നു ഞാൻ പ്രിയനെ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ,
വസിച്ചോട്ടെ. ഒരിക്കൽ കൂടെ സന്നിധിയിൽ വസിച്ചോട്ടെ. നിന്റെ പാദങ്ങളെ ചുംബിച്ചോട്ടെ. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. എല്ലാ കണ്ണുകളും അടയിട്ട് ഒരു നിമിഷമോ എല്ലാ കണ്ണുകളും അടച്ചു. കർത്താവേ, നിന്റെ തേജസ് എഴുന്ന മുഖം, നിന്റെ തേജസ് എഴുന്ന മുഖം അത് കർത്താവിൽ നിന്ന് എനിക്ക് പ്രത്യക്ഷമാകട്ടെ. കർത്താവെ, അത് കണ്ട് നിന്നെ ആരാധിപ്പാൻ, അതിന്റെ ബലം എന്നിലേക്ക് പകരപ്പെടുവാൻ, എന്റെ ജീവിതത്തെ ആ തേജസ് ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ, ആ തേജസ് വന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് കഴുകി വെടിപ്പാക്കുവാൻ, എന്റെ കളങ്കങ്ങളെ കത്തിച്ചു കളയുവാൻ തക്കവണ്ണം കർത്താവെ, നിന്റെ തേജസ്, യെസ് ലോർഡ്, നിന്റെ തേജസ് എന്നിലേക്ക് പകരപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച കരങ്ങളെ സ്വർഗത്തിലേക്ക് വരുത്തി ഒരിക്കൽ കൂടി ആ 2 വരികളൊന്ന് പാടാമോ? ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ എന്റെ പ്രിയനെ, നിന്റെ പാദത്തിൽ ഞാൻ വണങ്ങുന്നു കർത്താവേ. നിന്റെ തേജസ് എഴുന്ന മുഖം എന്റെ ഹൃദയത്തിന് ആനന്ദം. ആ കരങ്ങളെ സ്വർഗത്തേക്ക് ഉയർത്തി ഹൃദയ കണ്ണുകൾ തുറന്ന് ആ തേജസ് എഴുന്ന മുഖത്തെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ചേർന്ന് പാടാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവിന്റെ സന്നിധിയിൽ വൻ കരഘോഷത്തോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ തടി ശക്തിയോടെ അവരുടെ തേജസ്സിന്റെ മഹിമ കണ്ട സാക്ഷികളായി. ഹല്ലേലൂയ. അപ്പാ, നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദൻ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. നമ്മളെല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് പാടാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള കരങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് കൈകളടിച്ച് സ്തുതിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും.
ഈ കരങ്ങൾ അടിച്ച് പാടുമ്പോൾ ഈ കരങ്ങൾ ദൈവത്തോട് പറയാണ്, കർത്താവേ എൻ്റെ കരങ്ങൾക്ക് ആരോഗ്യം തന്നതിനായി സ്തോത്രം. ആമേൻ. ഈ കാലുകൾ ചലിക്കുമ്പോൾ ആ കാലുകൾ പറയുന്നത്, കർത്താവേ ചലിക്കുവാൻ എൻ്റെ പാദങ്ങൾക്ക് ആരോഗ്യം തന്നതിനാൽ, ഈ കാലുകൾക്ക് ആരോഗ്യം തന്നതിനാൽ, ഈ നടുവിന് ആരോഗ്യം തന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് രാജാവിന് നാഷണൽ ഹൈവേയിൽ കൂടെ കുതിച്ച് നൃത്തം ചെയ്തു പോകാമെങ്കിൽ സ്തോത്രം, അതിനേക്കാൾ വലിയ പദവിയിലൊന്നും അല്ലാത്ത നമ്മൾക്ക് ശരീരം ഒന്ന് അനക്കി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ആ കാലുകൾക്കൊന്ന് സ്പ്രിങ് വെച്ചാൽ എങ്ങനെയിരിക്കും ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ. സ്തോത്രം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ സർവ്വ അന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക. സർവ്വ അന്തരംഗവും, എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും എൻ്റെ ഉള്ളും എൻ്റെ ആന്തര അവയവങ്ങളും എൻ്റെ ശരീരം മുഴുവൻ സ്തോത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും കരങ്ങളുണ്ടല്ലോ, കരങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ. എൻ്റെ ഈ കൈ ഒടിഞ്ഞ കൈയാണ്, ഒടിഞ്ഞിട്ട് ഇത് റീഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്തോത്രം. ഈ കൈകൾ കൊണ്ട് ഇത്രയും ശക്തമായിട്ട് അടിക്കുവാൻ ദൈവം ആരോഗ്യം തന്നിരിക്കുന്നു. സ്തോത്രം. ഒടിയാത്ത കൈകളുള്ളവർക്കായി സ്തോത്രം. ആ കൈകൾ കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഈ താളത്തിനൊപ്പിച്ച് ഒന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. റാഫാ യഹോവാ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവാ എങ്ങും അവനുണ്ട്. റാഫാ യഹോവാ എന്നെ ശമ്മാ യഹോവാ എന്നും അവനുണ്ട്. റാഫാ യഹോവാ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവാ എന്നും അവനുണ്ട്. റാഫാ യഹോവാ എന്നെ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലേം യഹോവാ എന്റെ സമാധാനം. നിസീ യഹോവാ എന്റെ ജയക്കൊടിയാ. ശാലേം യഹോവാ
എന്റെ ഈ ദൈവം ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താണവൻ ഈ ദൈവം എന്റെ ദൈവം എൻ പിതാവല്ലോ എന്താണവൻ സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായോ സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ല സാധ്യമായൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ റാഫാ യഹോവ എന്റെ സത്യമാകും ശമ്മാ യഹോവ എന്നും അവരുണ്ട് റാഫാ യഹോവ എന്റെ സത്യമാകും ശമ്മാ യഹോവ എന്നും അവരുണ്ട് യഹോവ എന്റെ സമാധാനം യഹോവ എന്റെ ജയക്കൊടിയ യഹോവ എന്റെ സമാധാനം യഹോവ എന്റെ ജയക്കൊടിയ റാഫാ യഹോവ എന്റെ സത്യമാകും ശമ്മാ യഹോവ എന്നും അവരുണ്ട് റാഫാ യഹോവ എന്റെ സത്യമാകും ശമ്മാ യഹോവ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ എഴുന്നള്ളുന്ന യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ കർത്താവിന്റെ ശക്തിയെ പകർത്തിടുവാൻ എഴുന്നള്ളുന്ന യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ കർത്താവിന്റെ ശക്തിയെ പകർത്തിടുവാൻ ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ രോഗങ്ങൾ മാറും ഭൂതങ്ങളൊഴിയും ദണ്ഡനമെല്ലാം കടന്നിരുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങളൊഴിയും ദണ്ഡനമെല്ലാം കടന്നിരുമേ കുരുടരും ചെകിടരും മുടന്തരുമെല്ലാം സ്വതന്ത്രമാകുന്ന രോഗങ്ങൾ മാറും രോഗങ്ങൾ മാറും ഭൂതങ്ങളൊഴിയും ദണ്ഡനമെല്ലാം കടന്നിരുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപമുണ്ടമായി മാറിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരു മഷിഭാരാജൻ നമുക്ക് ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപമുണ്ടമായി തീർന്നിടുമേ തുറ
തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മഷിഹാരാജൻ നമുക്കായി ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിരാമകൃതമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മഷിഹാരാജൻ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിരാമകൃതമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മഷിഹാരാജൻ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിരാമകൃതമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും യേശുവേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ Hallelujah. 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 Oh God. Jesus. Oh God. Hallelujah. The രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. രാജാവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. രാജാവ് വന്നിട്ടുണ്ട്. രാജാവ് വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. ഗുരു വന്നിട്ടുണ്ട്. അവൻ ചിലത് ചെയ്തിട്ട് മടങ്ങത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് പകരം കർത്താവേ സ്തോത്രം. നീ എന്നൊന്ന് തൊടണമേ. എന്നൊന്ന് തൊട്ടാട്ടെ കർത്താവേ. നെഞ്ചത്ത് കൈവച്ചൊന്ന് പറഞ്ഞേ കർത്താവേ എന്നൊന്ന് തൊടണമേ. എന്നൊന്ന് തൊടണമേ. നീ തൊടുമ്പോൾ എന്നിൽ ഉളഞ്ഞു കിടപ്പോൾ അശുദ്ധികളെല്ലാം കത്തി ചാരമായി തീരും. നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ ഒന്ന് മേനയണമേ കർത്താവേ. എൻ പ്രിയരേ, എന്റെ യേശുവേ, എന്റെ രക്ഷക, നിന്റെ കരം എന്റെ മേലൊന്ന് വെക്കണമേ. എന്നിട്ട് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഓ കർത്താവേ, നിന്റെ അഗ്നി എന്നിൽ കത്തട്ടെ. എന്നിലെ അശുദ്ധികളെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന ഒരു മുത്തായി തീരട്ടെ. നമുക്ക് ചേർന്ന് പാടാമോ? എൻ പ്രിയനെ, യേശുവേ, എന്റെ രക്ഷക, കർത്താവേ നീ ഒന്ന് തൊടണമേ. കർത്താവ് എന്നിൽ ഇതുവരെയും പൊട്ടാതെ കിടക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ പൊട്ടി മാറുവാൻ തക്കവണ്ണം
കർത്താവേ, എന്നിൽ നിന്ന് വിട്ടുമാറാതെ എന്നെ പിടികൂടിയിരിക്കുന്ന അശുദ്ധികൾ എന്നിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം അവയെല്ലാം കത്തിച്ചാരമായി തീരുവാൻ കർത്താവേ, എന്റെ സ്വഭാവത്തിലെ ഇനിയും കത്തി നശിക്കാത്ത ദുസ്വഭാവങ്ങൾ കർത്താവേ, അശുദ്ധികൾ, എന്റെ ജീവിതത്തിലെ അശുദ്ധികൾ, ചിന്തകളിലെ അശുദ്ധികൾ കർത്താവേ, എന്റെ പ്രവൃത്തികളിലെ അശുദ്ധികൾ, നിനക്ക് ഇഷ്ടമല്ലാത്തത് എന്റെ ജീവിതത്തിൽ ഉള്ളത് എല്ലാം കർത്താവേ, ഇന്ന് രാത്രിയിൽ കത്തിച്ചാരമായി തീരുവാൻ ഇടയാകട്ടെ. കർത്താവേ, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കർത്താവേ, പിന്നെയും ഒന്നുകൂടെ തിളങ്ങുവാൻ എന്നിലെ പൊടികൾ, അശുദ്ധികൾ, കളങ്കങ്ങൾ എല്ലാം ഇന്ന് രാത്രിയിൽ എന്നിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം കർത്താവേ, നിന്റെ ഒരു സ്പർശനം, just one touch, അക്കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പറയുമ്പോൾ കർത്താവേ, നിന്റെ ഒരു സ്പർശനം, one touch, one touch, one touch, one touch, just one touch, just one touch, just one touch from the Lord can change and transform the whole life. Just one touch, Lord. ഹൃദയങ്ങളെ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് പകർന്നുകൊണ്ട് നമ്മുടെ കരങ്ങളെ, സ്വന്തം കരങ്ങളെ ശിരസിന്മേൽ വെച്ചുകൊണ്ടെന്ന് പാടാമോ? കർത്താവേ, നിന്റെ കരം എന്റെ മേൽ വെക്കണമേ, നിന്റെ കരം അപ്പാ, നിൻ കരം എന്മേൽ വെക്കാം. ഒരിക്കൽ കൂടെ നിൻ കരം എന്മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണമേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി നമുക്ക് കാണാം. ഓ കർത്താവേ, നിന്റെ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അതൊരു നിലവിളിയായിരിക്കട്ടെ. അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ അഗ്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ കത്തട്ടെ. നിന്റെ പരിശുദ്ധമായ ശക്തി ഞങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങളെ മുഴുവനായി ഒന്ന് ശുദ്ധീകരിച്ച് ശക്തീകരിച്ച് നിനക്കിണങ്ങിയ മാനപാത്രങ്ങളാക്കി എന്ന് മാറ്റുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ഏരിയകളിൽ ഇനിയും നിന്റെ സ്പർശനം ആവശ്യമായിരിക്കുന്നു അവിടെയെല്ലാം ഇന്ന് രാത്രിയിൽ നിന്റെ വചനത്തിലൂടെ ഇന്ന് തൊടുമാറാകണമേ കർത്താവേ.
പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ നടുവിലേക്ക് വന്നിരിക്കുന്നതിനാൽ, ഞങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നതിനാൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ കണ്ട് ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്നതിനാൽ സ്തോത്രം അപ്പാ. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ അവയവങ്ങൾ, ഞങ്ങളുടെ ശരീരം മുഴുവൻ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ, ഞങ്ങളുടെ ബന്ധങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ ചെയ്തികൾ എല്ലാം നിനക്ക് പ്രസാദകരമായത് മാത്രം ആയി തീരട്ടെ. കർത്താവെ, ഞങ്ങൾ ഇന്നായിരിക്കുന്നതിനേക്കാൾ ഒരു ചുവട് കൂടെ മുന്നോട്ട് പോകുവാൻ, ഒരിക്കൽ കൂടെ നിന്നോട് അടുക്കുവാൻ, കുറെ കൂടെ നിന്നോട് അടുത്ത് ജീവിപ്പാൻ, കർത്താവയുടെ ജീവിതം തിളങ്ങുന്ന മുത്തുകളായി, നിനക്ക് മാതൃകയായി, ലോകത്തിന് വിളക്കുകളായി ശുഭപ്പാൻ കർത്താവെ കൃപ ചെയ്താട്ടെ. ഇത് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി മുഴുവനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നപ്പാ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ എടുക്കണമേ. Use us, Lord. Sharpen us. നിന്റെ വചന കേൾവിക്കായി ഞങ്ങളെ ഒരുക്കുന്നു. ഞങ്ങളുടെ ദാസന് ശക്തിയോടെ ഉപയോഗിച്ചാണ്. നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുളയ്ക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളുടെ ദാസന് ശക്തമായി നിന്റെ വചനത്തിലൂടെ, നിന്റെ വചനം കൊണ്ട് ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ആമേൻ. ആമേൻ. ശക്തിയോടെ ആ കരങ്ങളെ വീശിക്കൊണ്ട്, കരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച്, രണ്ട് കരങ്ങളെ ഉയർത്തി ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ, കരങ്ങളെ തട്ടി ഒരിക്കൽ കൂടെ, കരഘോഷത്തോടെ, 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരായി ഇരുന്നാണ്. കൃഷിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാണ്ട് ഗുണം കടന്നു വന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ എം പൗലോസ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ സരോജിനി പൗലോസ്, ഇവരൊരു ശിഷ്യരാണ്, ക്രിസ്തു ശിഷ്യരാണ്, ക്രിസ്തു ഭക്തരാണ്. എല്ലാറ്റിലുപരിയായി ഇവരൊരു അപ്പോസ്തോലനാണ്, ഒരു മിഷണറിയാണ്. കഴിഞ്ഞ ദിവസം പകൽ കർത്താവിൻ്റെ ദാസൻ മിഷണറിമാർക്ക് വേണ്ടി ചർച്ച് ഗ്രോത്ത് സെമിനാറിൽ പ്രസംഗിപ്പാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യേശു ക്രിസ്തുവിന് യോദ്ധാക്കളുണ്ട്, പടയാളികളുണ്ട്, എന്നാൽ അതിനപ്പുറം വാരിയേഴ്സ് ഉണ്ട്, വില്ലാളി വീരന്മാർ. ആ വീരന്മാരെക്കാൾ അപ്പുറം, വാരിയേഴ്സിനേക്കാൾ അപ്പുറം വയലന്റ് വാരിയേഴ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ എം പൗലോസ് ഒരു വയലന്റ് വാരിയേഴ്സാണ്. സ്തോത്രം. താനും തൻ്റെ ജീവിത പങ്കാളി ഒന്നിച്ച്, തൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി വീരയോദ്ധാക്കളായി ഇത് നമുക്കൊരു ചലഞ്ചാണ്. തുടർന്നുള്ള നിമിഷം തൻ്റെ അനുഭവങ്ങൾ, ദൈവവചന ശുശ്രൂഷ നമുക്ക് പങ്കിടാം. കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും ദൈവവചന ശുശ്രൂഷ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങി ചെയ്ത പ്രകാരം ബ്ലസ് അബുദാബി എന്ന പേരിൽ ഈ ദേശത്തെ അനുഗ്രഹിപ്പാൻ ഇത്തരത്തിലൊരു യോഗം അങ്ങ് ക്രമീകരിച്ചതിനായി സ്തോത്രം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ നീ ഞങ്ങളെ സമർത്ഥി അനുഗ്രഹിക്കണമേ. അനേക പുതിയ റെവലേഷൻസ് ഞങ്ങൾക്ക് തരുമാറാകണമേ. അനേക മർമ്മങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തി തരുമാറാകണമേ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സർവഭൂമിയും അവൻ്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞു വരുവാൻ ഇടയാക്കുമാറാകണമേ. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. ആ ഒരു സുദിനം ഞങ്ങളതിനായി ആകാംക്ഷിക്കുന്നു. അതിനുവേണ്ടി എന്തു വിലയും കെട്ടിവെച്ച്, ആരെ കെട്ടിവെച്ചുകൊണ്ട് നെഞ്ചും നെറ്റിയും കൊടുത്ത് ഈ സാമ്രാജ്യത്തിൻ്റെ, അഴിയാത്ത സാമ്രാജ്യത്തിൻ്റെ വിസ്താരത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രവർത്തിപ്പാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ അവരെ അനുഗ്രഹിക്കണം. ജോലികളിൽ ഏറ്റ നേരങ്ങളിൽ ഉയർച്ച കൊടുക്കണമേ. അനേകരുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സേവിക്കുന്ന മക്കളുടെ ജോലി അത് പടിപടിയായി ഉയരുവാൻ, സൂര്യൻ മധ്യാഹ്നം പോലത്തിൽ കത്തി ജ്വലിക്കുന്നത് പോലെ അവരുടെ ജീവിതങ്ങൾ ഉയർന്നു വരുവാനിടയാക്കണമേ.
വിട്ടുവന്ന പ്രിയപ്പെട്ടവർ, അവിടെ കുടുംബാംഗങ്ങൾ, അവിടെ പാരൻസ്, അവിടെ ഭാര്യമാർ, അവിടെ പഠിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ വഴിയിൽ നടപ്പാൻ ഇടയാക്കണമേ. ദൈവത്തെ അറിയുവാൻ ഇടയാക്കണമേ. ദൈവഹിതം ചെയ്യാൻ ഇടയാക്കുമാറാകണമേ. ഈ മീറ്റിംഗ് മുഖാന്തരം ഒരു വലിയ മാറ്റം നീ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. அன்புள்ள ஆண்டவரே, இந்த இடத்தில் உம்முடைய சத்தத்தை கேட்கும்படியாக உம்முடைய பாதபீடத்தில் அமர்ந்திருந்து ஆராதனை செய்ய கடந்து வந்த மக்களுக்காக நான் வேண்டிக் கொள்கிறேன். துக்கத்தில், துயரத்தில், வறுமையில், கஷ்டத்தில், எவ்வளோ வியாதிகளில் கிடைக்கிற குடும்பாங்கங்கள், அவருடைய தாய் தகப்பமார், மனைவிகள், பிள்ளைகள், அவருக்காக பிரார்த்தனை செய்கிறேன். அன்புள்ள ஆண்டவரே, அவருக்கு ஒரு அமைதியை நீ நல்க வேண்டும். அவருடைய வாழ்க்கையில் சுக வாழ்வை கொடுக்க வேண்டும். கஷ்டங்கள், வறுமைகள் நீங்க வேண்டும்.